ഈ പ്രൊമാക്സ് ഏഷ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡല്ലേ? ഏഷ്യയിലെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമാക്സ് BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമാക്സ് ബ്രോഡ്കാസ്റ്റ് ഡിസൈൻ അസോസിയേഷൻ്റെ 1957 ഇത് ശരിക്കും രൂപവൽക്കരിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ടെലിവിഷൻ മീഡിയയിലുള്ളവർക്ക്, മാർക്കറ്റിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലുള്ളവർക്ക് കൊടുക്കുന്ന അവാർഡ്സാണിത്. അപ്പോൾ അതിൽ റിപ്പോർട്ടർ ടിവിക്ക് ഈ 3 സ്ഥലത്തേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഏഷ്യയുടെ റീജിയണൽ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, പ്രൊമാക്സ് നാഷണൽ അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ് കിട്ടി. അപ്പം പടിപടിയായിട്ടൊരു ഗ്രോത്ത് ആണ്. ഇപ്പോൾ ഏഷ്യ അവാർഡാണ് കിട്ടിയത്. ഏഷ്യയിലെ മൊത്തം ഉള്ള ആൾക്കാർ, എല്ലാ മീഡിയ ഹൗസസും കോമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷനാണ് പ്രൊമാക്സ് ഏഷ്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗോൾഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ടഫ് ആയിരുന്നു ഈ കോമ്പറ്റീഷൻ? ആക്ച്വലി നമ്മൾ ദുബായിലുള്ള ഒരു മീഡിയ ഹൗസുമായിട്ട്, എമിറേറ്റ്സ് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയുമായിട്ട് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഗോൾഡ് പ്രൊമാക്സ് ഏഷ്യയിൽ ലഭിച്ചിരിക്കുന്നത്. പ്രേക്ഷകരും കാണുന്ന നമ്മുടെ പ്രൊമോസ് ഒക്കെ അതിന്റെ സംഘമാണ്. അതിലെ ക്രിയേറ്റിവിറ്റി. ഈ സ്ക്രീനിനെ വൈബ്രന്റ് ആക്കി നിർത്തുന്ന എല്ലാ ഗ്രാഫിക് വർക്കുകളും ചെയ്യുന്ന റിപ്പോർട്ടറിന്റെ ഏറ്റവും മികച്ച ടീമാണ്, ഏറ്റവും മികച്ച കലാകാരന്മാരാണ്. അവരാണ് നിങ്ങളെ ഈ സ്ക്രീനിനെ ഏറ്റവും മനോഹരമാക്കി, ഏറ്റവും വൈബ്രന്റ് ആക്കി അവതരിപ്പിക്കുന്നത്. നമ്മൾ വന്നിങ്ങനെ സംസാരിക്കുന്നത് മാത്രമേ അല്ലേ? ഇതിന് പിന്നിലും കുറെ ആൾക്കാരുണ്ട്. ARന്റെ ടീമുണ്ട്, വേറെ പ്രൊമോ പ്രൊഡ്യൂസേഴ്സ് വേറെ ഉണ്ട്. എല്ലാവരും, ഒരുമിച്ച് ചേർന്നിട്ടുള്ള ക്യാമറമാൻമാരുണ്ട്, എല്ലാവരും ഉണ്ട്.